ഡിസൈനർ ആയാൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? വിഷ്വൽസ് എവിടെയുണ്ടോ അവിടെയൊക്കെ ഒരു ഡിസൈനർ ഉണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ആണ് ഇതിലൊരു പ്രധാന ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളത്. മാജിക് ഡോട്ട് ഈ സർവീസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ്. ഇവിടെ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, ബ്രാൻഡ് ഐഡന്റിറ്റി, ബ്രോഷർ അങ്ങനെയുള്ള ഒരുപാട് വർക്ക് റോളുകൾ ഒരു ഡിസൈനർക്ക് ഉണ്ട്. പിന്നെ ഉള്ളത് ടെക് IT-യിലാണ്. UI UX വെബ് ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ അവിടെ ഉണ്ട്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഈ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതിനൊരു ഹാർട്ട് ഷേപ്പ് കൊടുത്തത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ അതിനൊരു തംസപ്പിന്റെ ഷേപ്പ് കൊടുത്തത്, ഇതൊക്കെ ഒരു ഡിസൈനറുടെ തലയായിരിക്കും. ഇതൊക്കെയാണ് IT മേഖലയിൽ ഒരു ഡിസൈനറുടെ പണി ഉണ്ടാവുക. പിന്നെ സിനിമ, ഗെയിമിംഗ് തുടങ്ങിയ എന്റർടൈൻമെന്റ് മേഖലകളിലും എഡ്യൂക്കേഷൻ, ട്രെയിനിങ് അങ്ങനെയുള്ള മേഖലകളിലും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബൈജൂസ് ഒക്കെ ഡിസൈനേഴ്സിനെ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും അല്ലാതെ പല സ്ഥാപനങ്ങളിലും ഇന്റേണൽ മീഡിയ ടീം ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു ഡിസൈനറെങ്കിലും ഉണ്ടാവുന്ന ഒരു മീഡിയ ടീം ഉണ്ടാവും. അല്ലെങ്കിൽ വീഡിയോക്ക് ഭയങ്കര സ്കോപ്പ് ഉള്ളതുകൊണ്ട് വീഡിയോ പ്രൊഡക്ഷനും കൂടെ ഉൾപ്പെടെയുള്ള ടീമുകൾ ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ഒരുപാട് ഈ മേഖലകളിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസരങ്ങളുടെ വാതിലുകൾ അങ്ങനെ കിടക്കുകയാണ്. എല്ലാത്തിലും പോയി മുട്ടി നോക്കണമെന്ന് മാത്രം. മുട്ടുവിൻ തുറക്കപ്പെടും.